പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്മീൻ പൊടിയാണേ. ഇന്ന് നമുക്കൊരു തനി നാടൻ കറി ഉണ്ടാക്കാം. ചെമ്മീൻ പൊടി, ചക്കക്കുരു, വെള്ളരി, മാങ്ങ, മുരിങ്ങക്കായ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് പണ്ട് കാലത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കറിയാണ്. തനി നാടൻ കറി. അത് ഉണ്ടാക്കാം നമുക്കൊന്ന്. ഈ മാങ്ങ എൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ മാങ്ങയാണേ. ഇപ്രാവശ്യം എനിക്ക് മാങ്ങ കിട്ടി തുടങ്ങിയിട്ടില്ല ഈ കൊല്ലത്തെ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ മാങ്ങയാണ്. കഴിഞ്ഞ കൊല്ലത്തെ മാങ്ങ ചെത്തിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചതാണ്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. ഈ ചക്കക്കുരു ഇതിൻ്റെ മുകളിലുള്ള തോല് മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. ഉള്ളിലുള്ള ആ തോല് കളഞ്ഞിട്ടില്ല. ആദ്യമേ ചക്കക്കുരും വെള്ളരിയും കൂടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ചക്കക്കുരും വെള്ളരി വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഇനിയൊന്ന് നല്ലോണം ഉടയ്ക്കട്ടെ. ഉടച്ചെടുത്ത കഷ്ണത്തിലേക്ക് നമുക്ക് മുരിങ്ങക്കായും ചെമ്മീൻ പൊടിയും ചേർക്കാം. മുരിങ്ങക്കായ ഇട്ടു. ചെമ്മീൻ പൊടി ഞാൻ 2-3 പ്രാവശ്യം കഴുകിയതാണ്. എന്നിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുക്കാം. അടിയിൽ മണ്ണുണ്ടാവും. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിൽ പൂഴി. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മാങ്ങ ഇടുന്നതാണേ, പുളി ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. മാങ്ങയും ചെമ്മീനും ഉള്ളതാണേ, അപ്പോൾ ആവശ്യത്തിന് എരിവ് വേണം. അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചെമ്മീനും മുരിങ്ങക്കായും വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇനി മാങ്ങ ചേർക്കാം. മാങ്ങയ്ക്ക് വേവ് കുറവാണ്. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ചെമ്മീനും ഒക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 മുറി തേങ്ങ, 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചത് ചേർക്കുകയാണ്. പാകത്തിന് വെള്ളം ചേർക്കാം. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കുറവാണ്. ഉപ്പ് ചേർത്തു. കറി നല്ലോണം ചൂടാകുന്നവരെ അടുപ്പത്ത് വയ്ക്കാം.
കറി നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. നമുക്കിനി ഇതിലേക്ക് ഒരു അടിപൊളി വറവിട്ടേക്കാം. വറവിടാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാവുന്നുണ്ട്. കടുകിടാം. ഞാൻ എൻ്റെ ഫോണിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ കടുക് പൊട്ടിയിട്ട് ക്യാമറയിലേക്ക് തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കയ്യിലുകൊണ്ട് അടച്ചു വയ്ക്കുന്നത്, ചട്ടകം കൊണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് മുറിച്ച് വേണം അതും കൂടെ ചേർക്കാം. ചെറിയ ഉള്ളി മൂപ്പിക്കാം. ചെറിയ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അപ്പോൾ നമ്മുടെ വറവ് റെഡിയായി. അപ്പം നമ്മുടെ വറവ് കറിയിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കറി റെഡി ആയിട്ടുണ്ട്. തനി നാടൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചക്കക്കുരു മുരിങ്ങയൊക്കെ കിട്ടാനായല്ലോ, സീസണായല്ലോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടാലോ. ഓക്കെ.